മീനമാസം 1-ാം തീയതി അഥവാ മാർച്ച് 15-ാം തീയതി ഞായറാഴ്ച പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മകം, പൂരം, ഉത്രം, അവിട്ടം, ചതയം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഈ മീനമാസം എന്നത് ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ സമയമാണ് എന്നതിലുപരിയായി ജ്യോതിഷപരമായി നോക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തെ അത്രയധികം സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ് മീനമാസം 1-ാം തീയതി തന്നെ തെളിഞ്ഞു കാണുന്നത്. ഏറ്റവും പ്രധാനമായി ഒരു മാസപ്പിറവിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഗ്രഹചലനങ്ങൾക്കും ഗ്രഹസ്വാധീനങ്ങൾക്കും അത്രയധികം പ്രാധാന്യം നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് ഒരു മാസത്തിൻ്റെ 1-ാം തീയതിക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് പറയപ്പെടുന്നത് തന്നെ. കാരണം അന്നേ ദിവസം ഗുണകരമായ സ്വാധീനം ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് ആ മാസത്തിൽ ഉടനീളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ ദോഷകരമായ സ്വാധീനമുണ്ടാകുന്ന വ്യക്തികൾക്ക് പിന്നീടും ആ മാസത്തിൽ പ്രതിസന്ധികൾ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ ഒരു കാര്യം പലപ്പോഴുമായി അനുഭവത്തിൽ വന്നിട്ടുള്ളവ തന്നെയായിരിക്കും. അതായത് മാസപ്പിറവിയുടെ അന്നേ ദിവസം നെഗറ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ഇനി നേരെ മറിച്ച് ശുഭകാര്യങ്ങളായാലും അങ്ങനെ തന്നെ. അപ്പോൾ അതിനു പിന്നിലെ ജ്യോതിഷപരമായ കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയം തന്നെയാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് നിങ്ങളിൽ രൂപം കൊള്ളുന്ന മംഗളാദിത്യ രാജയോഗം കൊണ്ടാണ്. അപ്പോൾ ഈ മംഗളാദിത്യ രാജയോഗം കൊണ്ട് മീനം 1-ാം തീയതി ഞായറാഴ്ച മുൻപ് പറഞ്ഞ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മീനമാസപ്പിറവിയിൽ തന്നെ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന 1-ാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മീനമാസം എന്ന് പറയുന്നത് ഒട്ടനവധി പ്രതീക്ഷകളുടെയും ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെയും സമയമാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒട്ടനവധി കാര്യങ്ങളെപ്പറ്റിയുള്ള കണക്കുകൂട്ടലുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങളും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിലവിലുള്ള സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന തടസ്സങ്ങൾക്ക് പരിഹാരം കാണുവാനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗവും മുന്നിലില്ല. മാത്രമല്ല ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികളും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന തോണിയുടെ അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ളത്. അതായത് സാമ്പത്തിക ആവശ്യങ്ങളെപ്പറ്റിയും കൊടുത്തു തീർക്കുവാനുള്ള കടബാധ്യതകളെപ്പറ്റിയും ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും എന്നതാണ് വാസ്തവം. അതുകൂടാതെയും നിലവിൽ മീനം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ ഒട്ടനവധി ദുരിതങ്ങളാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഈ മീനമാസം 1-ാം തീയതി തന്നെ നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ രാജയോഗം നിങ്ങളുടെ തലവര തന്നെ മാറ്റിയെഴുതുന്ന തരത്തിലാണ് നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ മംഗളാദിത്യ രാജയോഗം കൊണ്ട് മീനം 1-ാം തീയതി തന്നെ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് ചില ധനനേട്ടങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന
ചില മീനം രാശിക്കാർ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ പരിഹരിച്ചെടുക്കുവാനുള്ള സാമ്പത്തിക വഴിയില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ ഇറങ്ങിത്തിരിക്കുന്നത് അതിലെല്ലാം നിങ്ങൾക്ക് കാര്യതടസ്സങ്ങളും മനസ്സിൽ പ്രതീക്ഷിക്കുന്നതിന് നേർവിപരീതമായിട്ടുള്ള അവസ്ഥകളുമാണ് നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഈ മംഗളാദിത്യ യോഗം നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ചയോടെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങൾ ഇല്ലാതാവുകയും ഒപ്പം തന്നെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി അനുഭവത്തിൽ വരികയും ചെയ്യും. മാത്രമല്ല, ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായി മീനം രാശിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മീനമാസ പിറവിയിൽ തന്നെ നിങ്ങൾക്ക് മംഗളാദിത്യ യോഗം ഭാഗ്യമായി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു ദിവസം മാത്രമല്ല വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് ഒട്ടനവധി നേട്ടങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. ഇനി ഇതിൽ ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച തന്നെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും സന്തോഷകരമായതും അതുപോലെ തന്നെ വളരെ കാലങ്ങളായി നിങ്ങൾ കാത്തിരുന്നതുമായ ചില ശുഭകാര്യങ്ങൾ നടക്കും. അതൊരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ഒരു ഒത്തുചേരലോ കുടുംബമായുള്ള യാത്രയോ മറ്റുള്ള ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമോ എന്തുമാകാം. ഇനി ഇതിനെല്ലാം പുറമെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള ഉപദ്രവങ്ങളും ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും അനുഭവിക്കുന്നുണ്ട്. അതായത് ഒരു വിധത്തിലും നിങ്ങൾ മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് അവർക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ വീടുമായോ കുടുംബവുമായോ ഒക്കെ വളരെ അടുത്തു നിൽക്കുന്ന ഏതോ ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ വളരെ സ്നേഹത്തോടെ ഇടപെടേണ്ട ചില വ്യക്തികളിൽ നിന്ന് വരെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നത്. ഇനി ഈ മീനമാസ പിറവിയിൽ നിങ്ങളിലേക്ക് വരുന്ന രാജയോഗം കൊണ്ട് ചില മീനം രാശിക്കാർക്ക് ഈ മീനമാസത്തിൽ വീട്, വസ്തുവകകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതി നിലനിൽക്കുകയും ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും. ഇനി രണ്ടാമതായി ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച ശ്രദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ രാജയോഗം കൊണ്ട് ജീവിതത്തിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന പല വ്യക്തികളും ഈ മീനമാസത്തെ കാണുന്നത് തന്നെ ഇതുവരെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാതിരുന്ന ചില നേട്ടങ്ങളെ ഭഗവാൻ നൽകുവാൻ പോകുന്ന ഒരു സമയമായിട്ടാണ്. അതായത് പലർക്കും ജീവിതത്തോട് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പോലും ഇന്ന് ഈ അധ്യായം കാണുന്ന ചില വ്യക്തികൾ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എത്രയാണോ അതിനിരട്ടിയായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് നൽകുവാൻ തന്നെയാണ് ഈ മീനമാസപ്പിറവിയിൽ ഈ രാജയോഗം നിങ്ങൾക്ക് ഉദിക്കുന്നത് എന്ന് തന്നെയാണ് ഫലപ്രകാരം കാണുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മകം, പൂരം,
ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ ഒരു വലിയ ഉന്നമനം കാണുവാനായി ആഗ്രഹിക്കുന്നവരാണെങ്കിലും ചെയ്യുന്നതിൽ നിന്നെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും സാമ്പത്തിക പ്രതിസന്ധിയും മനസമാധാനമില്ലാത്ത അന്തരീക്ഷവും ജീവിതത്തിൽ ഒട്ടനവധി അനുഭവിക്കുന്നവരുമാണ്. എന്നാൽ നിങ്ങൾക്ക് ഭാഗ്യമായി രൂപം കൊള്ളുന്ന ഈ രാജയോഗം മീനം 1-ാം തീയതി ഞായറാഴ്ച തെളിയുന്നതിലൂടെ ഒരു രാജാവിന് ജീവിതത്തിൽ എങ്ങനെയാണോ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത് അതുപോലെയുള്ള ചില സൗഭാഗ്യങ്ങളായിരിക്കും മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ധനവരവ് ഈ മീനമാസപ്പിറവിയിൽ ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ തേടിയെത്തുവാൻ പോവുകയാണ്. ധനവരവ് ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഈ രാജയോഗം സിദ്ധിച്ചു കഴിയുന്നതോടെ ചില ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ സമ്പാദ്യത്തെ ഏറ്റവും നല്ല ചില നിക്ഷേപങ്ങളായി മാറ്റുവാൻ കഴിയുകയും അതിൽ നിന്ന് ഭാവിയിൽ വലിയ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. അതിനാൽ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുവാൻ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ മീനമാസം എന്ന് പറയുന്നത്. ഇനി അതുമാത്രമല്ല, ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് എന്തൊക്കെയോ തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിയമക്കുരുക്കുകളിൽ പെട്ടുകിടക്കുന്ന ചില കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടായെങ്കിൽ മാത്രമേ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉടനടി ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഇനി ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾ വിവാഹം കഴിഞ്ഞ് നാളുകൾ കുറേ ആയെങ്കിലും ഒരു സന്താന സൗഭാഗ്യം കാണുവാൻ കഴിയാതെ മനസ്സു നിറയുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുവാനായി നിങ്ങൾ കയറിയിറങ്ങാത്ത അമ്പലങ്ങളും ചെയ്യാത്ത പൂജകളുമില്ല എന്നതും മറ്റൊരു സത്യമാണ്. എന്നാൽ ഒരു സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ രാജയോഗം തെളിയുന്നതോടെ നിങ്ങളുടെ മനസ്സിലെ ആ വലിയ ആഗ്രഹം സഫലീകരിക്കുവാൻ പോകുന്നു എന്നുള്ള ശുഭവാർത്ത കേൾക്കുവാൻ കഴിയും. ഒപ്പം തന്നെ ഈ രാജയോഗം കൊണ്ട് ചിങ്ങം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും അവരിലൂടെ തന്നെ ഒട്ടനവധി സന്തോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായിട്ടുള്ള മക്കളുടെ പല പരിശ്രമങ്ങളും വിജയത്തിലേക്ക് എത്തുന്നത് കാണുവാനും ഒപ്പം തന്നെ മാതാപിതാക്കളുടെ സന്തോഷം കാണുവാനായി മക്കൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ അഭിമാനം കൊള്ളിക്കുവാനും പോകുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഇനി ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇന്ന് ഈ അധ്യായം കാണുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ സമാധാനത്തെ ഇപ്പോൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ചില പ്രിയപ്പെട്ടവർ അടുത്തില്ലാത്ത സാഹചര്യമാണ്. അതായത് നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഏതൊക്കെയോ വ്യക്തികൾ മറ്റേതോ ഒരു സ്ഥലത്തായതുകൊണ്ട് നിങ്ങൾ വളരെയേറെ വേവലാതിപ്പെടുകയും അവരെ ഒന്ന് കാണുവാൻ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി എപ്പോഴാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് ഓരോ ദിവസവും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർക്ക് ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ രാജയോഗം കൊണ്ട് നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഉടനടി നേരിൽ കാണുവാനുള്ള ഭാഗ്യമാണ് തെളിയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിലെ എല്ലാവിധ ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നും ഒരു മാറ്റം കാണുവാനുള്ള മഹാഭാഗ്യം തെളിയുകയും ചെയ്യുന്ന ദിവസമാണ്
ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ രാജയോഗം കൊണ്ട് ജീവിതത്തിൽ അതിസവിശേഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരിൽ ഈ മീനമാസപ്പിറവിയിൽ തന്നെ തെളിയുന്ന മംഗളാദിത്യ രാജയോഗം എന്ന് പറയുന്നത് കുംഭം രാശിക്കാരുടെ വ്യക്തിജീവിതത്തെയും കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള വീടുകളെയും ഒരു അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുവാനുള്ള യോഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പുതിയ മാസം തുടങ്ങുന്ന 1-ാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് തെളിയുന്ന ഈ മഹാഭാഗ്യം ഒട്ടനവധി സൗഭാഗ്യങ്ങളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുത്തുന്ന ഒന്നാണ്. എന്നാൽ ഇതിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ഓരോ കുംഭം രാശിക്കാരും ഒട്ടനവധി പരീക്ഷണങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനസമാധാനമുള്ള അന്തരീക്ഷം ജീവിതത്തിൽ അനുഭവിച്ചിട്ട് തന്നെ നാളുകളായി എന്നുള്ള അവസ്ഥയിലാണ് ഇതിൽ ചില വ്യക്തികളുള്ളത്. അതായത് ഓരോ ദിവസവും ജീവിതത്തിൽ കഴിഞ്ഞു പോകണമെങ്കിൽ അത്രയധികം മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അതികാഠിന്യമേറിയതാക്കി മാറ്റിക്കൊണ്ടിരുന്ന ദുരിതപൂർണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തിരുത്തി കുറിക്കപ്പെടുവാൻ പോകുന്ന സമയമാണ് ഈ മംഗളാദിത്യ രാജയോഗം കൊണ്ട് തെളിയുന്നത്. ഇതിൽ ഒന്നാമതായി തന്നെ എടുത്തു പറയേണ്ടത് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന പണമൊന്നും കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥ നേരിടുകയും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ കടക്കെണിയും സമാധാനക്കേടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാരെ പറ്റിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് എപ്പോഴാണ് ഒരു മാറ്റമുണ്ടാവുക എന്നത് ദിനം പ്രതി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ പലർക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണമെന്നും അതിനുവേണ്ടി ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നും വലിയ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും അതൊന്നും ചിന്തിക്കുന്ന രീതിയിൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതുവരെ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമായി മാത്രം അവശേഷിച്ചിരുന്ന ചില കാര്യങ്ങളെ ജീവിതത്തിൽ നടപ്പിലാക്കുവാനുള്ള മഹാഭാഗ്യം ചില കുംഭം രാശിക്കാർക്ക് ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിത നേട്ടത്തിൻ്റെ തന്നെ കാരണമാവുകയും ചെയ്യും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബിസിനസ് പോലെയുള്ള ചില സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മംഗളാദിത്യ രാജയോഗം നിങ്ങൾക്ക് മഹാഭാഗ്യമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച തന്നെ ഇത്തരത്തിൽ ചില കുംഭം രാശിക്കാർക്ക് ബിസിനസ്സിന് വേണ്ടിയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി നിങ്ങളുടെ ബിസിനസ്സിന് വളരെ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമാവുകയും ചെയ്യും. ഇന്ന് ഈ അധ്യായം കാണുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ സ്ത്രീകൾ ഒരു സ്വയം വരുമാനത്തിനു വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മനസ്സിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സംരംഭം വേഗത്തിൽ തന്നെ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് ഈ രാജയോഗം കൊണ്ട് കഴിയുകയും നിങ്ങളുടെ കുടുംബത്തിന് ഒരു വരുമാന സ്രോതസ്സ് നിങ്ങളുടെ ആ സംരംഭത്തിലൂടെ വന്നു ചേരുകയും ചെയ്യും. ഇതിലെല്ലാം ഉപരിയായി മീനം പിറക്കുന്ന ദിവസം തന്നെ മംഗളാദിത്യ രാജയോഗം സിദ്ധിക്കുന്നത് കൊണ്ട് കുംഭം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ തേടി ലോട്ടറി സൗഭാഗ്യം വരെ വരുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നു. അതായത് തീർത്തും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ധനനേട്ടമാണ് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുവാൻ പോകുന്നതായി കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ധനനേട്ടം ഉണ്ടാകുന്നതിനാൽ തന്നെ നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതാവുകയും ചില കാര്യങ്ങൾ
വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വീട് പണിയൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാർക്ക് ഈ ഒരു സൗഭാഗ്യത്തിലൂടെ നിങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ സ്വന്തമായുള്ള വീട്ടിൽ ജീവിക്കുവാനുള്ള മഹാഭാഗ്യമാണ് കാണുന്നത്. അതുമാത്രമല്ല, വിവാഹം, വാഹനയോഗം, മികച്ച ആരോഗ്യസ്ഥിതി, കുടുംബസുഖം എന്നിങ്ങനെയുള്ള ശുഭകാര്യങ്ങളും ഈ മീനമാസ പിറവിയോടെ കുംഭം രാശിക്കാരിൽ വന്നു ചേരും. അപ്പോൾ എത്രയൊക്കെ ദുരിതങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിലും ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ രാജയോഗം ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരുടെയും ജീവിതത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധിയിലേക്കും ഭാഗ്യകരമായ അനുഭവങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു യോഗം തന്നെയാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.